തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് രണ്ട് വശമാണുള്ളത്. ഒന്ന്, സ്വയം തൊഴിൽ സംരക്ഷിക്കുക, ഉണ്ടാക്കുക, രജിസ്റ്റർ ചെയ്യുക. സംരംഭ പ്രവർത്തനമായി നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭകരായി ഓരോരുത്തരും മാറുക. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം ഈ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞു 1,00,000 സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനാവണം എന്ന്. അന്നത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹാവ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ രാജീവനും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് കൈകാര്യം ഞാനായിരുന്നു മന്ത്രി. ഞങ്ങൾ രണ്ടുപേരും കൂട്ടായിട്ട് ഇരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് 1,00,000 സംരംഭകരെ രജിസ്റ്റർ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഉന്നം. എന്നോട് പലരും ചോദിച്ചു, മാഷേ എവിടെ നിന്നാണ് 1,00,000 ആളുകളുടെ സംരംഭം തുടങ്ങാൻ നമുക്ക് സാധിക്കുക കേരളത്തിൽ? കേരളം പോലെയുള്ള ഒരു നാട്ടിൽ 1,00,000 സംരംഭകരെ കണ്ടെത്താനാവുമോ? ഞാൻ പറഞ്ഞു ആവും. അത് കഴിഞ്ഞ് പ്രഖ്യാപിച്ച് 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് 1,30,30,000 സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനായി. അത്ര 1,30,30,000. ഇപ്പോഴും 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലമാണല്ലോ ഇത്. 5ാമത്തെ കൊല്ലത്തിലേക്ക് പോകുമ്പോൾ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി 4ാമത്തെ വർഷം. 3,50,000 രജിസ്റ്റർ ചെയ്ത തൊഴിൽ സംരംഭകരുടെ എണ്ണം. ആരംഭിച്ച പരിപാടിയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. 3,50,000. ഒരു സംരംഭകത്തിനോ 2 ആളെ കൂട്ടിയാൽ 7,00,000 ആളുകൾക്ക് സ്വയം സംരംഭകത്തിൻ്റെ ഭാഗമായി ജോലിയായി. 7,00,000. ഇതിന് പുറമെയാണ് കേഡസ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിലും ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ. വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി ബഡ്ജറ്റിൽ ഇപ്രാവശ്യം പറഞ്ഞു, ഇതേവരെ കോളേജ് വിദ്യാഭ്യാസം സൗജന്യമായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി സഖാവ് ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഇനി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് നൽകാൻ എല്ലാ വീടുകളിലുള്ള പാവപ്പെട്ട മനുഷ്യന് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് നടപ്പിലാക്കുന്നത്. കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനാകുമോ? 30 കോടി മനുഷ്യർക്ക് സ്വന്തമായിട്ട് വീടില്ല, കയറിക്കിടക്കാൻ ഇടമില്ല, അവൻ്റെ മക്കളൊന്നും സ്കൂളിൻ്റെ വരാന്ത കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ പൂർണ്ണമായ അർത്ഥത്തിൽ സൗജന്യം നൽകുന്ന ഈ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം. ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഈ ലോകത്തെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട, അതുപോലെയല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം സാധാരണ മനുഷ്യന് കേരളത്തിൽ നൽകാൻ വേണ്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ ഗവൺമെൻറ് നവകേരളം എന്ന പുതിയ പദ്ധതി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത് നേടുക തന്നെ വേണം. അത് നേടണമെങ്കിൽ തുടർച്ചയായി 2ാം ടേം കഴിഞ്ഞു, 3ാം ടേമിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.